ഇതാണ് നാരായം. ഇതാരും അധികം പേര് ആരും കണ്ടിട്ടില്ലാത്ത വസ്തുവാണ്. ഇതുകൊണ്ടാണ് ഓലയിൽ നമ്മൾ എഴുതുന്നത്. ഇത് 18 ഓലയാണ് നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ച് വിടുന്നത്. പഠിച്ചിട്ട് പോയവരും പിന്നെ ബാക്കിയുള്ള വില്ലേജ് ഓഫീസർ, അങ്ങനെ ഒരുപാട് അധ്യാപകര്, പിന്നെ ഉദ്യോഗസ്ഥരൊക്കെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെയും ഈ ഓല എന്നെ കൊണ്ട് എഴുതി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർക്ക് പുതിയ വീട് വയ്ക്കുമ്പോഴൊക്കെ അവർക്ക് ഇത് കാണാനും അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവരെ കാണിച്ചു കൊടുക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഓല ഇവിടുന്ന് എഴുതി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പല ആൾക്കാരും ഈ ഓല എന്താണെന്നോ നാരായ എന്താണെന്നോ ആശാങ്കളരി എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാര് ഇപ്പോഴും ഉണ്ട്. ഇത് അന്നത്തെ 70ഓളം വർഷം പഴക്കമുള്ള ഒരു പിച്ചാത്തിയാണിത്. സ്കൂളിലെ എക്സിബിഷന് വേണ്ടി ഇത് നാരായം പിച്ചാത്തിയും കണ്ടിട്ടില്ലാത്തതിന് എക്സിബിഷന് വേണ്ടി ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ചരിത്രമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ ഓലയിൽ നാരായം വെച്ച് എഴുതി കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ പുതിയ തലമുറകൾ അത് കണ്ടിട്ടില്ലായിരിക്കും, കണ്ടിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ആശാൻ പള്ളിക്കൂടത്തിലാണ് നമ്മുടെ വീഡിയോ ഇന്ന് വന്ന് നിൽക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളും അതേപോലെ തന്നെ ഓലയിൽ എഴുതുന്നതും നാരായവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ വിശേഷങ്ങൾ കാണാനായിട്ട് വാ. ശരി, ഐ ചൊല്ലുന്നത് എങ്ങനെയാണ്? എല്ലാരും ഖാദി തന്നെ ഉറക്കം ചൊല്ലിക്കേ. ആദ്യം ചൊല്ലിക്കേ. അമ്മു ചൊല്ലിക്കേ. ശരി, ശരി, അടങ്ങിയിരുന്നേ. നമുക്ക് ചിഹ്നങ്ങളൊന്ന് പറയാമല്ലോ. എന്തൊക്കെ ചിഹ്നങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളേ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രിയ എന്നാണ്. ഇവിടെ എൻ്റെ അപ്പൂപ്പന്റെ പേരാണ് നാരായണൻ ആശാരി. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് ഇവിടെ നിലത്തെഴുത്ത് കളരി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ആദ്യമേന്ന് ആശാൻ പള്ളിക്കൂടം പഠിപ്പിച്ചതും കുട്ടികളെ പഠിപ്പിച്ചതും. അന്ന് അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ ഇപ്പോഴത്തെ വലിയ വലിയ ഉദ്യോഗസ്ഥരും പോലീസുകാര് അധ്യാപകരും ഒക്കെ ഉണ്ട് ഇപ്പോഴും. അവരുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് വരുന്നത്. അതിന്റെ ആ പാരമ്പര്യം ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇന്ന് ഞങ്ങൾ ഓലയിൽ തന്നെയാണ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നാരായം എന്ന് പറയുന്ന ആയുധം കണ്ടിട്ടുണ്ട് ഇല്ലായിരിക്കും. ഇതാണ് നാരായം. ഇത് എൻ്റെ അപ്പൂപ്പന്റെ നാരായം പിച്ചാത്തിയുമാണ് ഈ കാണുന്നത്. ഇതുകൊണ്ടാണ് ഓലയിൽ എഴുതുന്നത്. ഇന്ന് കുട്ടികളെ കൂടുതലായിട്ടും 4 വയസ്സാകുമ്പോൾ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് ആർക്കും മലയാള അക്ഷരം ആർക്കും തന്നെ തിട്ടമില്ല. ചുരുക്കം ചില കുട്ടികൾ മാത്രമേ ഉള്ളൂ എല്ലാ അക്ഷരങ്ങളും നന്നായി പഠിച്ച് എഴുതാനും വായിക്കാനും ചിഹ്നങ്ങളും ഒക്കെ പഠിച്ച് സ്കൂളിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ സംഖ്യകൾ പഠിക്കുക, അതൊക്കെ ഇപ്പം അങ്ങനെയില്ല. 3, 4 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്കൊക്കെ അക്ഷരങ്ങൾ പോലും അറിയാൻ വയ്യാതെ, എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാതെ ഇരിക്കുന്ന അവസ്ഥകളാണ് ഇപ്പൊ. ഒരുപാട് കുട്ടികൾ വെക്കേഷൻ സമയമാകുമ്പോൾ 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അക്ഷരം അറിയാൻ വയ്യാതെ, വാക്കുകൾ എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാതെ ധാരാളം കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും വരുന്നുണ്ട്. പല സ്കൂളുകളിലെയും കുട്ടികൾ വൈകുന്നേരം ആകുമ്പോൾ അക്ഷരം അറിയാൻ വയ്യാതെ, സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ അക്ഷരങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും വിടുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ സംഖ്യകൾ, ഓരോ കുട്ടികൾക്കും സംഖ്യകൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും നന്നായിട്ട് എഴുതാനും സംഖ്യകൾ എന്താണെന്ന് പോലും അറിയില്ല. ഇവിടെ ഞങ്ങളിപ്പോ പഠിപ്പിക്കുന്ന ആദ്യമേ ഓലയിൽ തുടങ്ങും. അത് 18 ഓലയാണ് ഞങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചു വിടുന്നത്. 18 ഓല എന്ന് പറയുമ്പോൾ 14 ഓലയിലെ മലയാള അക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങളെല്ലാം പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 4 ഓലയിലെ കണക്ക് പഠിപ്പിക്കും. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരു LKG വിടാറാകുമ്പോഴത്തേനും ഏകദേശം അവർക്ക് അക്ഷരങ്ങളെല്ലാം നന്നായിട്ട് എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ വാക്കുകളും എല്ലാം അവർക്ക് നന്നായിട്ട് പഠിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതുപോലെ സംഖ്യകൾ നല്ലതുപോലെ പഠിക്കും. കൂട്ടാനും കുറയ്ക്കാനും ഒരുവിധം പഠിപ്പിച്ചാണ് ഇവിടുന്ന് വിടുന്നത്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് ആർക്കും തന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എഴുതാനോ വായിക്കാനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല.
ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കാതെ പോയിട്ടുള്ള കുട്ടികള് പിന്നെ അവരുടെയൊക്കെ രക്ഷിതാക്കള് ഓല എഴുതി വേണോന്ന് എന്നോട് വന്ന് ആവശ്യപ്പെടുകയും അവർക്ക് ഞാൻ ഈ 18 ഓല എഴുതി കൊടുക്കുകയും അവരത് വളരെ പിന്നെ ദിവ്യമായിട്ട് അവർ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അവർക്കൊക്കെ ഈ ഓല പള്ളിക്കൂട ആശാൻ കളരിയൊന്നും അവരാരും കണ്ടിട്ടില്ല. അവർക്കിത് വളരെ ഒരു അത്ഭുതമായിട്ടാണ് ദൂരെ നിന്ന് വരുന്ന ആളുകൾ പലരും ഈ ഒരു നിലത്തെഴുത്ത് കളരി കണ്ടിട്ട് പോകുന്നത്. അവരുടെയൊക്കെ കുട്ടികളെ ഇവിടെ വിട്ട് പഠിപ്പിക്കണമെന്ന് വരെയും അവരെന്നോട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൂരം കൂടുതലായതുകൊണ്ട് അത് പറ്റുന്നില്ല. ചില വീടുകൾ ദൂരെയുള്ള കുട്ടികളൊക്കെ ഞാൻ പോയി പഠിപ്പിക്കാറും ഉണ്ടായിരുന്നു. സമയം ക്രമീകരിച്ച് ഞാൻ പോകുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഉച്ച വരെയാണ്, 10 മണി തൊട്ട് 1 മണി വരെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 4 വിഷയങ്ങള്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, കണക്ക്, ഇങ്ങനെ 4 വിഷയങ്ങള്